ശരിക്കും ആൾക്കാർക്ക് ഇന്ന് എന്താ നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എബിലിറ്റി ടു ഫോക്കസ്. ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീട്ടിലെയും പേരൻസ് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഇതാണ്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അന്നേരം തന്നെ മൈൻഡ് ഫോക്കസ് വിട്ടു പോവുക. ഇത് എനിക്ക് തോന്നുന്നു മിക്ക ഒരു 100% വീടുകളുടെ അവസ്ഥ തന്നെയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഒരു ചെറിയ പ്രായം തൊട്ടേ അവർക്കൊരു ഫോക്കസ് ട്രെയിനിങ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാര്യം ചെറിയ പ്രായത്തിൽ തൊട്ടേ പേരൻസ് എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുക്കും. ഇപ്പോൾ കൊച്ചു പിള്ളേരെ പോലും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരെ ഫോൺ കാണിച്ചുകൊണ്ടാണ് ഫുഡ് കൊടുക്കുക. കാര്യം അറ്റ്ലീസ്റ്റ് ഇത് കാണിക്കുമ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കുമല്ലോ എന്നുള്ള ഫീലിങ്ങിലാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിലൂടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫോൺ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ റീൽസ് കാണുമ്പം ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ ബ്രെയിൻ അതിലേക്ക് അങ്ങ് അഡ്ജസ്റ്റ് ആവുകയാണ്. ആ റീല് തരുന്ന ഒരു ടെമ്പററി ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ഒരു ടെമ്പററി റിവാർഡ് എന്നൊക്കെ പറയും. അപ്പം ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ ബ്രെയിൻ അതിലേക്ക് അങ്ങ് ട്യൂൺ ചെയ്യപ്പെടുകയാണ്. പിന്നീട് ആ കുട്ടിയോട് പഠിക്കാൻ പറയുകയാണെങ്കിൽ ആ കുട്ടി ഇവൻച്വലി വലുതാകുമ്പോൾ പല കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ആ കുട്ടിയോട് നമ്മൾ പഠിക്കാൻ പറയുന്നൊരവസ്ഥയിൽ ആ ഫോൺ അല്ലെങ്കിൽ ആ റീൽ അല്ലെങ്കിൽ ആ ഗെയിം കൊടുക്കുന്ന ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് ഒരിക്കലും, അല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഒരിക്കലും പഠിത്തത്തിൽ അവർക്ക് കിട്ടില്ല. കാര്യം പഠിത്തം അവരുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും, ഭയങ്കര മീഡിയോക്കർ ആയിരിക്കും. പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം അവർക്ക് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളത്. അപ്പം പണ്ടത്തെ കാലത്തെ പിള്ളേർ ചെറിയ പ്രായത്തിൽ പള്ളികളാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും മോസ്കിലാണെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതൊരു രീതിയിലൊരു ഫോക്കസ് ട്രെയിനിങ്, ഒരു അറ്റൻഷൻ ട്രെയിനിങ് ആയിരുന്നു അത്. അവർക്ക് കുറേ നേരം വേറെ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും അവരുടെ ബ്രെയിൻസും അവിടെ ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് സംഭവിക്കുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോറടിക്കണം ആക്ച്വലി. ഇപ്പോൾ ഇന്നൊരു മെട്രോ ട്രെയിനിൽ പോയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും, ആൾക്കാർക്കൊരു 5 മിനിറ്റ് പോലും വെറുതെ നിൽക്കാൻ സാധിക്കത്തില്ല അല്ലേ. നമുക്ക് ചുറ്റും ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കാൻ, ഇൻഫാക്ട് അങ്ങനെ നോക്കി നിൽക്കുന്നവരെ മറ്റുള്ള ആൾക്കാർ ഓക്വേർഡായിട്ടാണ് കാണാം. എന്തുകൊണ്ടാണ് ഇവർ നോക്കുക? കാര്യം എല്ലാവരും ഇന്ന് ഫോണിലാണ്. ആൾക്കാർക്ക് ഇന്ന് ബോറടിക്കാൻ പറ്റില്ല, ബോർഡത്തിനോടൊരു അലർജി ഉണ്ട് ആൾക്കാർക്ക്. ഇത് ചെറിയ പ്രായം തൊട്ടേ പിള്ളേരിലേക്ക് കയറി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അറ്റൻഷൻ ട്രെയിനിങ് കിട്ടുന്നില്ല എന്നുള്ളതാണ്.